എങ്ങോട്ടാ? എന്തിനാ പോണത്? വോട്ട് ചെയ്യാൻ. തണുത്തിട്ട് വയ്യ. ഞങ്ങൾ എവിടെ പോവാന്നറിയാമോ? ഞങ്ങൾക്ക് ഇന്ന് വോട്ട് ചെയ്യേണ്ട ദിവസമാണ്. ഞങ്ങൾ വോട്ട് ചെയ്യാൻ പോവാ. എന്തിനാ വോട്ടാ? പാർലമെന്റ് ഇലക്ഷൻ്റെ ഉണ്ട്. നമ്മുടെ ഇവിടുത്തെ MP അയൺ ബ്രൈൻ ആണ്. അയൺ ബ്രൈൻ്റെ ഓഫീസൊക്കെ നിങ്ങളെ കാണിക്കണമെന്ന് എനിക്കുണ്ട്. പോകുന്ന വഴി ജസ്റ്റ് ഒരു കോർണറിൽ ഒരു ഒറ്റ മുറിയാണ്. ഞാനൊരു ദിവസം നിങ്ങളെയും കൊണ്ട് നടക്കാൻ പോവാം. അപ്പോൾ കാണിച്ചു തരാം. അപ്പോൾ ഇന്ന് അയൺ ബ്രൈൻ ഉണ്ട്. വേറെ ആരൊക്കെയുണ്ട്? വീട്ടിൽ പോസ്റ്റ് വന്നായിരുന്നു, ഞാൻ MP ആയിട്ട് മത്സരിക്കുന്നുണ്ട്, വോട്ട് ചെയ്യണമെന്നൊക്കെ പറഞ്ഞു. എനിക്ക് ആകെ അയൺ ബ്രൈൻ്റെ പേര് മാത്രമേ അറിയത്തുള്ളൂ. അപ്പോൾ ചെന്ന് വോട്ട് ചെയ്തിട്ട് വരാം. ഈ നേരെ കാണുന്ന പള്ളിയിലാണ് ഞങ്ങളുടെ വോട്ട്. പള്ളി കാണുന്നില്ല. സെന്റ് ആന്റണീസ് ചർച്ചോ അങ്ങനെ എന്തോ അല്ലേ ഇതിൻ്റെ പേര്? സെന്റ് മാർഗരറ്റ്സ്. അപ്പോൾ ആരൊക്കെയാണ് മത്സരിക്കുന്നത്? എല്ലാവരും നമ്മുടെ വീട്ടിൽ കൊണ്ടുവന്ന് കത്തൊക്കെ ഇട്ടിട്ടുണ്ട്, ഞങ്ങൾ മത്സരിക്കുക, ജയിപ്പിച്ച് തരണമെന്ന്. നമുക്കിവിടെ വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ക്രെഡിറ്റ് സ്കോർ കൂടും, നാട്ടിലത്തെ സിവിൽ സ്കോർ പോലെ. അതിന് വേണ്ടി മാത്രം വോട്ട് ചെയ്യുന്നതാണ്. ഇവരൊക്കെ ജയിച്ചിട്ട് എന്തിനാന്ന് പോലും എനിക്കറിയത്തില്ല. അപ്പം ഞങ്ങൾക്ക് ഈ പള്ളിയിലാണ് വോട്ട്. അപ്പോൾ വോട്ട് ചെയ്തിട്ട് പകരം അകത്തൊന്നും കാണിക്കാൻ പറ്റത്തില്ല, കാരണം അകത്തോട്ട് ക്യാമറ പെർമിറ്റഡ് അല്ല. നമ്മുടെ നാട്ടിൽ വളമൊക്കെ ഇട്ട് നോക്കിയാൽ പോലും ഇത്രയും വലുതാവത്തില്ല. ഫൈൻ കൊടുക്കാൻ പൈസ നല്ല മണമുണ്ട്. വോട്ട് ചെയ്തിട്ട് വരാം. ആർക്കാ വോട്ടിങ് അറിയോ? UK വോട്ട് ചെയ്തു. ഞാൻ എൻ്റെ വോട്ടിംഗ് എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു പറയാമേ. അപ്പം നമ്മൾ ചെല്ലുമ്പോൾ തന്നെ അവിടെ 3-4 ലേഡീസൊക്കെ ഇരിപ്പുണ്ട്. അവർ നമ്മുടെ നാട്ടിലിപ്പോൾ ടീച്ചേഴ്സ്, ബാങ്ക് എംപ്ലോയീസ് അങ്ങനെയൊക്കെ ഉള്ളവരല്ലേ പിന്നെ ഇലക്ഷൻ ഡ്യൂട്ടിക്ക് പോകുന്നത്. ഇതങ്ങനെയല്ല, അവർ തന്നെ വോളണ്ടിയർ ചെയ്യുക. ഇന്ന് അവരിവിടുത്തെ സിറ്റിസൺസാണ്, അവർ വോളണ്ടിയർ ചെയ്യുക. അപ്പോൾ നമ്മൾ ചെന്നപ്പോൾ തന്നെ എൻ്റെ അഡ്രസ്സ് ചോദിച്ചു. എൻ്റെ അഡ്രസ്സ് ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ എന്നോട് എൻ്റെ ID കാർഡ് ചോദിച്ചു. അപ്പോൾ ഞാൻ എൻ്റെ ID കാർഡും അഡ്രസ്സും കൂടി അവർ ഒത്ത് നോക്കി. A4 ഷീറ്റ്സിൽ ഇങ്ങനെ കുറേ അഡ്രസ്സുണ്ട്. അങ്ങനെ അതെല്ലാം ഒത്ത് നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കും അവരെനിക്കൊരു A2 സൈസ്, അതായത് A3യുടെ പകുതി, A4ൻ്റെ പകുതിയുള്ളൊരു ഷീറ്റ് തന്നു. അതിങ്ങനെ മടങ്ങിയാണ് തന്നെ. അതിൻ്റെ അകത്ത് എല്ലാവരുടെയും പേരുണ്ടായിരുന്നു. ഇപ്പം ലേബർ പാർട്ടിയുടെ, കൺസർവേറ്റീവ് പാർട്ടീൻ്റെ, ലിബറൽ കാൻഡിഡേറ്റ് ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നെ അതിൻ്റെ അകത്ത് പേരിൻ്റെ ഓപ്പോസിറ്റ് തന്നെ ഒരു ചെറിയ കോളം ഉണ്ടായിരുന്നു. അതിൽ ഞാൻ ഒരു പെൻസിൽ വെച്ചിട്ടുണ്ട്. അവിടെ ഒരു സെപ്പറേറ്റ് ഏരിയ ഉണ്ട്. ഇങ്ങനെ ഒന്നുമില്ല, വലിയ പ്രൈവസി ഒന്നുമില്ല. അവിടെ ചെന്നിട്ട് ഞാൻ ആ പെൻസിൽ എടുത്തിട്ട് ഞാൻ ആർക്കാണോ കൊടുത്ത് അതിൻ്റെ ഓപ്പോസിറ്റ് പെൻസിൽ വെച്ചൊരു ക്രോസ് ഇട്ടു. അങ്ങനെ അപ്പം അത് കഴിഞ്ഞ് അത് മടക്കി അവിടെ ഒരു ബക്കറ്റ് പോലത്തെ ഒരു സാധനം, അടപ്പുള്ളൊരു ബക്കറ്റ് പോലത്തെ ഒരു സാധനം വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അകത്തോട്ട് ഇട്ടു. ദാറ്റ്സ് ഇറ്റ്, അത്രേ ഉള്ളൂ. നമ്മുടെ നാട്ടിലൊക്കെ നമ്മൾ സ്കൂളിലൊക്കെ ഇലക്ഷൻ വെക്കത്തില്ലേ, സ്കൂൾ ലീഡർ ആരാന്ന്, അതുപോലത്തെ ഒരു ഇലക്ഷൻ. അപ്പോൾ ഇന്ന് ടൈമിംഗ് എന്ന് പറഞ്ഞാൽ രാവിലെ 7 തൊട്ട് വൈകുന്നേരം 10 മണി വരെ ആയിരുന്നു ടൈമിങ്. നാളെ രാവിലെ ഒരു 4:30 5 മണി എന്തോ ആകുമ്പോൾ റിസൾട്ടും വരും. ഇന്ന് രാത്രി അവർ ഫുള്ളിരുന്ന് കൗണ്ട് ചെയ്യും. അങ്ങനെയാണ് അവർ പറഞ്ഞത്. അങ്ങനെ എനിക്ക് അതിൻ്റെ അകത്ത് ആകെ 2 പേര് മാത്രമേ അറിയത്തുള്ളായിരുന്നു. അതിലൊരാൾക്കാണ് ഞാൻ കൊടുത്തത്. പിന്നെന്താ, അപ്പം ഇനി അടുത്ത ദിവസം ഞാൻ എന്തായാലും വിചാരിക്കുന്നുണ്ട് ഒരു ദിവസം നിങ്ങളെ കൊണ്ട് നടക്കാൻ പോകണമെന്ന്. അപ്പോൾ ഞാൻ പോകുമ്പം ഇവിടുത്തെ MP ഓൾറെഡി ഉള്ള ഓഫീസൊക്കെ കാണിക്കാം. പുള്ളി തന്നെയാണ് നാളെ വീണ്ടും MP എങ്കിൽ പുള്ളിക്ക് ഓഫീസിൽ തുടരാം. അതല്ലെങ്കിൽ ചിലപ്പോൾ മാറുമായിരിക്കും, അറിഞ്ഞൂടാ. അങ്ങനെ എൻ്റെ ഫസ്റ്റ് UK വോട്ട് എക്സ്പീരിയൻസ് കഴിഞ്ഞു. സോ ഞാനിന്ന് വന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പള്ളിയിലായിരുന്നു കേട്ടോ. അവർ പറഞ്ഞു പള്ളിയിലുണ്ടാകും, ടെന്നീസ് കോർട്ടുകളിലുണ്ടാകും, അങ്ങനെ പല സ്ഥലത്താണ് പോളിംഗ് സ്റ്റേഷൻസ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മുടെ പോളിംഗ് സ്റ്റേഷൻ ഇതായിരുന്നു, സെൻറ്റ് മാർഗരറ്റ് ആൻഫീൽഡ്. പക്ഷേ ഒരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആയിരുന്നേ. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ അവിടെ ഇരുന്നിട്ട് അവരോട് ഞാൻ അനുപയോഗിച്ചു അവിടെ വോട്ട് ചെയ്യുന്ന ഞാനൊരു വീഡിയോ എടുത്തോട്ടെ. അപ്പോൾ അവർ പറഞ്ഞു അയ്യോ ഇവിടെ ക്യാമറ അലൗഡ് അല്ല, അപ്പം എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പം അവർ ചോദിച്ചു നിങ്ങൾ എവിടെ നിന്നാണ്? അപ്പം ഞാൻ പറഞ്ഞു ഇന്ത്യയിൽ നിന്നാണ്. നിങ്ങളുടെ നാട്ടിൽ ഇങ്ങനെയാണോ വോട്ടിംഗ് എന്നൊക്കെ. അപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് നമ്മുടെ നാടിനെ പൊക്കി ഞാൻ പറഞ്ഞു അല്ല ഭയങ്കര പ്രൈവസിയാണ്, അതിങ്ങനെ നമുക്കല്ലേ അറിയത്തുള്ളൂ, എന്നാലും കുഴപ്പമില്ല, ഇതിലൊക്കെ പ്രൈവസി ഇല്ല, നമ്മളിങ്ങനെയൊന്നും ചെയ്യുമല്ലോ, ഇങ്ങനെ ബാലറ്റ് സിസ്റ്റം ആണെന്നൊക്കെ ഞാൻ പറഞ്ഞു. അപ്പോൾ അവർക്ക് അതെന്താണെന്നൊക്കെ അറിയണം. അങ്ങനെ ഞാൻ നമ്മുടെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞു. അപ്പോൾ അവരിങ്ങനെ ഈഗറായിട്ട് ഇങ്ങനെ ഇരുന്നു. അങ്ങനെ നമ്മുടെ UK വോട്ട് കഴിഞ്ഞു. ഇത് ചെയ്യുന്നതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നമുക്ക് ഗുണമെന്താണെന്ന് വെച്ചാൽ ക്രെഡിറ്റ് സ്കോർ കൂടും. ഇനി ആരെങ്കിലുമൊക്കെ UK വോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യും.